ഇന്ന് സാറ്റിൻ റിബൺ വെച്ചിട്ട് ഒരു ക്രാഫ്റ്റ് ചെയ്യാമെന്ന് വെച്ച് റിബൺ എടുത്തപ്പോഴത്തേന് കുഞ്ഞ് വന്ന് ഇതെല്ലാം അഴിച്ചു മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഞാനിത് അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചതാണ്. അത് എങ്ങനെയാണ് വെച്ചേക്കുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. ഇതേപോലെ റിബൺ ഉണ്ടെങ്കിൽ അവൾ അത് മൊത്തം വലിച്ചു പറിച്ചത് കളയും. പിന്നെ അവൾ ഇതൊന്നും മാറ്റി വെച്ചതിന് ശേഷമാണ് ഞാനിത് ചെയ്യുന്നത് കേട്ടോ. ഇതേപോലെ നമുക്ക് ആവശ്യമുള്ള റിബൺ ഇപ്പം ആവശ്യം കഴിഞ്ഞിട്ടോ അല്ലെ കടയിൽ നിന്ന് വാങ്ങിയ സമയത്തോ ഇതേപോലെ ഒന്ന് പരീക്ഷിച്ച് വെക്കാം. ഞാനിവിടെ ഒരു കട്ടിയുള്ള പേപ്പറാണ് ഇതിനായിട്ട് എടുത്തേക്കുന്നത്. നമ്മൾ എടുക്കുന്ന റിബണ് ഒരുപാട് ലെങ്ത് ഉണ്ടെങ്കിൽ അത് റോളാക്കുമ്പോൾ തന്നെ ഇതിൽ കൂടുതൽ കാണും. അപ്പം ഞാനിത് കുറച്ച് ഉപയോഗം കഴിഞ്ഞ ഒരു റിബൺ ആയതുകൊണ്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് ഈ പേപ്പർ ഒന്ന് അളവ് നോക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് റിബണിൻ്റെ ആ ഒരു വലിപ്പവും കൂടെ ഞാൻ ആ എത്ര ഇഞ്ചാണെന്നുള്ളത് അത് മാർക്ക് ചെയ്തിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ കുഞ്ഞലയ്ക്കുന്ന സൗണ്ട് ഉണ്ട്, എല്ലാവരും ക്ഷമിക്കുക. അവളുടെ ഒപ്പം ഇരുന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസമേ ഞാനൊരു റീല് കാണാൻ വേണ്ടി ഇടയായി. അതായത് ഈ റിബണ് കെട്ടഴിഞ്ഞ് കിടക്കുന്നു, അതിനെന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരു റീലായിരുന്നു ഞാൻ കണ്ടത്. പക്ഷേ എനിക്ക് ആ സമയത്ത് അവർക്കത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ അന്ന് ഇതേപോലെ വീഡിയോ ആക്കിയിട്ടില്ല. ജസ്റ്റ് ഞാൻ എപ്പോഴും വെക്കുന്ന ആ ഒരു രീതിയാണ് ഇത്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഈ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടി എടുത്തപ്പോൾ കുഞ്ഞിതെല്ലാം ഇളക്കിയെല്ലാം കളഞ്ഞു. അപ്പോൾ ഞാൻ അതൊന്ന് വീഡിയോ ആക്കിയേക്കാമെന്ന്. അന്ന് ആ വീഡിയോ ചെയ്ത ആൾക്കും കൂടി ഉള്ളൊരു സൊല്യൂഷനാണ് കേട്ടോ ഇത്. അതല്ല ഇതുപോലെ ഈ ഒരു പ്രശ്നം അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടിയാണ്. അപ്പം ഞാൻ ആ കട്ട് ചെയ്തേക്കുന്ന പേപ്പർ ഉണ്ടല്ലോ ഇതേപോലെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഉണങ്ങിയിട്ട് വേണം ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം ചെയ്യാൻ. ഇത് പെട്ടെന്ന് വീഡിയോ പൂർത്തീകരിക്കാം എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം കുഞ്ഞിതാണ്ട് സൈഡിൽ നിൽപ്പുണ്ട്, കാണിച്ച് തരാവോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഈ കട്ട് ചെയ്തേക്കുന്ന ആ ഒരു ഹോളിനകത്തൂടെ അതിൻ്റെ അറ്റഭാഗം ഉണ്ടല്ലോ ഇതേപോലെ ഒന്ന് കയറ്റി വെച്ച് കൊടുക്കാം. ആ പേപ്പർ ഒട്ടിച്ചതേ ഉള്ളത് കൊണ്ടാണ് ഇതൊരു ഇച്ചിരി വിറച്ച് പതുക്കെ ചെയ്യുന്നത്. ഇതേപോലെ അതിൻ്റെ അറ്റഭാഗം ഇതുപോലെ കയറ്റി വെച്ച് കൊടുക്കാം. ഇപ്പം നമുക്ക് ആവശ്യമെങ്കിൽ ആ കയറ്റി വെച്ച ഭാഗം ഉണ്ടല്ലോ അഴിച്ചിട്ട് നമ്മുടെ ആവശ്യത്തിന് കട്ട് ചെയ്തിട്ട് ഇതേപോലെ കയറ്റി വെച്ച് കൊടുത്താൽ മതി. ഇതിപ്പോൾ അഥവാ ലൂസായി പോവുകയാണെങ്കിൽ ഇതേപോലെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വലിച്ചു കൊടുത്താൽ മതി. അങ്ങനെ ഞാൻ ഇതുപോലെ ചെയ്ത് വെച്ചേക്കുന്ന റിബണുകളാണ് ഇത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇഷ്ടപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം പറയാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനിയൊരു വീഡിയോയിൽ കാണാം. ബായ്.